ഹലോ, ചാനസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഏട്ടൻ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഏട്ടന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ നല്ലോണം വൈകിയാണ് എഴുന്നേറ്റത് കേട്ടോ. ഏട്ടൻ ജോലിക്ക് പോകണ്ടല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വൈകി ആയാൽ മതിയായിരുന്നു. അപ്പോൾ വൈകിയാണ് എഴുന്നേറ്റത്. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഏട്ടൻ കഴിച്ചത് ബ്രെഡും ചീസും ഒക്കെ ആയിരുന്നു. എനിക്ക് ഒരു ബുൾസയും ഉണ്ടാക്കി. പിന്നെ നെയ്യിൽ വറുത്ത നമ്മുടെ ഏത്തപ്പഴം നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. പക്ഷേ ഞാൻ ഓരോ പണികളിലൊക്കെ ആയിട്ട് വന്നപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചു, പക്ഷേ എനിക്ക് കഴിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ മീൻകറിക്ക് വന്ന് അടുപ്പത്തിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ചാനൂട്ടനും അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ പോയിരുന്നു. അങ്ങനെ ആ മീൻകറിക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഉള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം മുള്ളൻ മീനാണ് കേട്ടോ ഈ മീനിൻ്റെ പേര്. മുള്ളൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുള്ളൻ ഇങ്ങനെ തിളപ്പിച്ചാൽ മുളകൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ മീനൊക്കെ വൃത്തിയാക്കി മുള്ളൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ തന്നു വിട്ടിരുന്നു. അപ്പോൾ അത് ആയിട്ടൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ അതാ ഷാനൂട്ടൻ എഴുന്നേറ്റു. അവൻ്റെ പതിവ് പോലെ കാർട്ടൂണൊക്കെ അച്ഛൻ വെച്ച് കൊടുത്തിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടി ഇത്രയും നേരം കാർട്ടൂണൊക്കെ കണ്ടിരിക്കാറുണ്ട് കേട്ടോ. ഒന്നും അടുത്തപ്പോഴത്തേനും ആളൊന്ന് സിറ്റൗട്ടിലേക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളി അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള 2 ചെറിയ സവാള അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം സവാളയിലേക്കും. ഞാനിപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ വഴറ്റി കൊടുക്കുകയാണ്. എനിക്ക് ഈ ഒരു ടൈമിൽ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഓരോരോ പണിയിലായിട്ട് അങ്ങനെ കഴിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ വിശക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി ഞാൻ ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. ഫ്രൂട്ട്സ് എന്തോ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വേറെ ചോറ് അങ്ങനെ ഒന്നും കഴിക്കാതെ നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് അധികം വിശപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാവിലെ ആയപ്പോൾ നല്ല വിശപ്പായിരുന്നു. അത് ലേറ്റും ആയിട്ടോ, 10 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഷാനൂട്ടന് കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാനൂട്ടന് ഞാൻ ഒരു പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൂസ്റ്റ് ഇട്ട പാലിൽ പഴം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ഇട്ട പാലിലാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഷാനൂട്ടന് ഫുഡൊക്കെ കൊടുത്ത് വന്നപ്പോൾ എൻ്റെ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തക്കാളി അതിൻ്റെ ഇടയിൽ വന്ന് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാ എല്ലാം വഴണ്ടൊക്കെ വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്തു. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് കേട്ടോ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞാനിത് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ഏത്തപ്പഴമായിട്ട് ഇങ്ങനെ പിറക്കി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് കുടംപുളി ചേർത്തു, ആവശ്യത്തിന് വെള്ളം ചേർത്തു, ഉപ്പ് ചേർത്തു, ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ചായ കുടിക്കാനൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തു, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതാ കുറച്ചധികം പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. പിന്നെ 4 മീൻ ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ഇനി അത്രയും പണികളൊക്കെ ഉണ്ട്. അപ്പോൾ മീൻകറി ഒരുവിധമൊക്കെ സെറ്റായിട്ടോ. ഇനി വഴുതനങ്ങ തോരനുള്ള പരിപാടിയിലാണ്. ഞാൻ പാത്രം കഴുകണമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു പണികളൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് എല്ലാ പാത്രവും കൂടി ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ തോരനുള്ളതൊക്കെ റെസിപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പച്ചമുളക് ഇത്രയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ മീൻ വറക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല മീൻ വറക്കണതിൽ. ഞാൻ ഓൾറെഡിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല കേട്ടോ. വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഇതാ തോരനുള്ളതൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഒതുക്കിയ തേങ്ങ എല്ലാം കൂടി ചേർത്ത് കൊടുത്തു. അരിഞ്ഞു വെച്ച നമ്മുടെ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്തു. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്തു, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തോരനും അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാനൂട്ടനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ തോരൻ.
അങ്ങനെ ഇതാ കറി പരിപാടിയുടെ ഒക്കെ കഴിഞ്ഞ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്നോട് പറയും ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സ്പൂണൊക്കെ വെച്ചുകൂടെയെന്ന്. പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പാത്രം എടുത്ത് വെക്കാനും ഒക്കെ മറന്നു പോകും കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതേപോലെ ക്ലീനൊക്കെ ചെയ്യും. പക്ഷേ പണിയുടെ ഇടയിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് പാത്രം എടുത്ത് വെക്കാനുള്ള കാര്യമൊന്നും ഓർക്കാറില്ല. ശരിക്കും അങ്ങനെ ചെയ്താൽ എപ്പോഴും മെനയായിട്ട് കിടക്കും. പക്ഷെ ഞാൻ എന്തോ എപ്പോഴും ധൃതിപ്പണിയാണല്ലോ, അപ്പം അതിൻ്റെ ഇടയിൽ മറന്നു പോകും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വഴുതനങ്ങത്തോരൻ ഒരുവിധം ആയി വന്നു. ശരിക്കും ഈ ഒരു പാകത്തിൽ ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. വഴുതനങ്ങ പെട്ടെന്ന് കുക്കാവും. പക്ഷെ ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് വെന്ത് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഷാനൂട്ടനെ ഫുഡൊക്കെ കൊടുത്ത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നെ അവനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. അപ്പോൾ ഏട്ടൻ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്ക്. പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ ശീലം എന്ന് പറഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് അവന് പാലൊക്കെ കുടിച്ചതിന് കുറേ നേരം ഇങ്ങനെ കളിച്ച ശേഷം മാത്രമേ അവന് ഉറങ്ങാൻ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടതുണ്ടായിരുന്നു, അതൊക്കെ വിരിക്കാനായിട്ട് വന്നു. പിന്നെ വേസ്റ്റൊക്കെ ഏട്ടൻ എല്ലാം സെറ്റാക്കി ഒരു കവറിൽ കെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ തുടച്ച് കുട്ടപ്പനാക്കി ഏട്ടൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഷാനൂട്ടനെ ഉറക്കി ഞങ്ങൾ അല്ലറ ചില്ലറ പണികളിലും ഒതുക്കലും പറക്കലിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയായപ്പോഴേക്കും ഏട്ടൻ ഫ്രഷൊക്കെ ആയി വന്നു. ഞങ്ങളിതാ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അച്ഛൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞി കറുപ്പാത്രത്തിൽ ഉണക്കക്കൊഴു വറുത്തത് കൊണ്ടാണ് അച്ഛൻ വന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് എല്ലാം കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഷാനൂട്ടൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റത്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കലും അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊക്കെ കണക്കായിരുന്നു. വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നി. ഏട്ടനുള്ളപ്പോഴാണ് ഇതൊക്കെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചായ കൂടിയില്ല, ഫുഡൊക്കെ എനിക്ക് തോന്നിയ സമയത്ത് കഴിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഏട്ടനുള്ളപ്പോൾ ചായ കുടിക്കാനും എല്ലാം അതിപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു മൂടുണ്ടാവില്ല. പക്ഷെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ ഒക്കെ ഒരു വൈകുന്നേരമൊക്കെ ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊന്നും തോന്നാറില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും അതുപോലെ കൂടെ ഇരുന്ന് അങ്ങനെ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ 2 ചീസ് ഇരുന്നു. നമ്മുടെ ഏട്ടന് ചീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചീസ്, ബട്ടർ ഇതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടം. ക്രീമി ആയിട്ടുള്ള എല്ലാത്തരം ഫുഡ് ഐറ്റംസും ഏട്ടന് ഭയങ്കര ജീവനാണ് കേട്ടോ. അങ്ങനെ ചീസൊക്കെ 2 സ്ലൈസ് ചീസൊക്കെ നമ്മുടെ നൂഡിൽസിൻ്റെ പുറത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് മെൽറ്റ് ആവാനായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പയിൽ നമ്മുടെ ഷാനൂട്ടനുള്ള കുറുക്ക് തയ്യാറാക്കാൻ കേട്ടോ. അമൃതം പൊടി കുറുക്കാണ്, വേറെ ഒന്നും ചേർക്കാറില്ല, എക്സ്ട്രാ മധുരമൊന്നും ചേർക്കാറില്ല. കുറച്ച് വെള്ളത്തിൽ നമ്മൾ പൊടി ഇലക്കി അങ്ങനെ കുറുക്കിയിടും. അതാണ് അവൻ്റെ കുറുക്ക്. അവൻ കഴിച്ചോളൂ കേട്ടോ, വലിയ അലമ്പൊന്നും ഉണ്ടാക്കാതെ കഴിച്ചോളൂ. അങ്ങനെ ഷാനൂട്ടിൻ്റെ കുറുക്ക് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറാൻ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ. ചൂടാറിയിട്ട് വേണം ആൾക്കിനി കൊടുക്കാൻ. പിന്നെ മാഗി കണ്ടപ്പോൾ മാഗി ചോദിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ ആൾ. വല്ലപ്പോഴൊക്കെ ഇച്ചിരി എന്താ പറയണം, അങ്ങനെ 2-3 സ്പൂൺ അങ്ങനെ കൊടുക്കും, എന്നാലും അധികം കൊടുക്കാറില്ല ഞങ്ങൾ. അങ്ങനെ ചായ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അലക്കിയിട്ട് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഷാനൂട്ടനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഷാനൂട്ടനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാനായിട്ട്. എനിക്ക് ത്രെഡ് ചെയ്യാനോ അങ്ങനെ കുറേ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വരണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ച് വന്നുകൊണ്ട് ചായ വേണ്ടാവെന്ന് പറഞ്ഞു. പിന്നെ അമ്മ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു. ചൂട് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഷാനൂട്ടനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെല്ലാം പോവാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ 1-2 പർച്ചേസും കാര്യങ്ങളൊക്കെ കറുകപ്പള്ളിയിൽ നിന്ന് തന്നെ നടത്തിയിട്ട് ഞങ്ങൾ നേരെ എടപ്പള്ളിക്ക് ആദ്യം കലൂരുള്ള മാക്സിലേക്കാണ് കേട്ടോ പോയത്. മാക്സിൽ നിന്ന് ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പോകുന്ന വഴി പെട്രോള് പറ്റേ ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് മാക്സിലെത്തി. അപ്പോൾ മാക്സിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ ഒരു ഓഫറും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു സ്ഥലത്തേക്കാണ് വന്നത്, നമ്മുടെ എടപ്പള്ളിയിലുള്ള വിശാൽ മെഗാ മാർട്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഓഫറോട് ഓഫർ, എല്ലാത്തിനും buy 1 get 1 ഓഫർ, buy 2 get
1 ഓഫർ, ബൈ 2 പിന്നെ 2 എടുത്താൽ 100 ഓഫർ, അങ്ങനെ ഒരുപാട് 99 രൂപ മുതൽ ടീഷർട്ട്, 150 രൂപ മുതൽ ടീഷർട്ട്, ട്രാക്ക് പാൻസ് 199 രൂപയ്ക്ക്, പിന്നെ ജെൻസിൻ്റെ ഷർട്ടും പിന്നെ ജീൻ പാൻറ്റും എല്ലാം ഭയങ്കര ലാഭത്തിനാണ് കേട്ടോ. ബൈ 2 അറ്റ് 1299 രൂപയ്ക്ക് 2 ജീൻസ്. ശരിക്കും ഒരു ജീൻ്റെ വില തന്നെ 1000 രൂപയൊക്കെ വരും കേട്ടോ. പക്ഷേ 2 ജീനാണ് നമുക്ക് ആ ഒരു റേറ്റിന് ഇവിടെ നിന്ന് കിട്ടുക കേട്ടോ. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് പോയി നോക്കണേ. അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴി എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഷാനൂട്ടിനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് എത്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.